അല്ലാഹുമ്മ സ്വല്ലി വസല്ലം വബാരിക്. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഉസ്താദേ, മക്കൾക്ക് രോഗമാണ്, അതൊരു വിഷമം. അതുപോലെ തന്നെ ജീവിതത്തിൽ പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഇതൊക്കെ മാറുന്ന നല്ല മഹത്തായ ഒരു ദിക്റിനെയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് ഈ എണ്ണത്തിൽ നിങ്ങൾ ചൊല്ലിയാൽ ഐശ്വര്യവും ആരുടെ മുന്നിലും കൈനീട്ടാതെ അന്തസ്സോടെ ജീവിക്കാനുള്ള ജീവിതമാർഗം അല്ലാഹു നൽകുന്നതാണ്. അതുപോലെ ജനങ്ങളുടെ ഇടയിൽ നല്ല സ്വീകാര്യതയും യോഗ്യതയും ലഭിക്കുന്നതാണ്. പക്ഷെ ഈ പറയുന്ന നേട്ടങ്ങൾ ലഭിക്കണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന അമലുകൾ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ നമസ്കാരം അതിന്റെ മുറ പോലെ കൃത്യസമയത്ത് നമ്മൾ നിർവഹിക്കണം. നമസ്കാരം അതിന്റെ മുറ പോലെ കൃത്യസമയത്ത് നമ്മൾ നിസ്കരിക്കണം. അപ്പോൾ നമ്മൾക്ക് അല്ലാഹു ഒരുപാട് ഐശ്വര്യങ്ങൾ നൽകപ്പെടുന്നതാണ്. ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ മുന്നിലേക്ക് ഒരു പെണ്ണ് രണ്ട് മക്കളെയും കൈപിടിച്ചു വന്നിട്ട് പറയുന്നു, മഹദി അവറുകളെ, എന്റെ ഭർത്താവിന് നല്ല ജോലി അല്ലാഹു നൽകപ്പെട്ടിട്ടുണ്ട്, നല്ല ശമ്പളമുണ്ട്, പണത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ എന്റെ മക്കൾക്ക് എന്നും രോഗമാണ്, സങ്കടമാണ്. അതുകൊണ്ടൊരു സമാധാനവും നമ്മുടെ വീട്ടിലില്ല. കാരണം മക്കൾക്ക് കൈകാൽ മുറിച്ചു മാറ്റുന്ന രീതിയിലുള്ള വേദനയാണ്. ഒരുപാട് മരുന്നുകൾ ചെയ്തു, ഒരു പ്രയോജനവുമില്ല. ഒരുപാട് ഡോക്ടർമാരെ കണ്ടു, ഒരു പ്രയോജനവുമില്ല. നമ്മളുടെ മക്കളുടെ രോഗങ്ങൾ മാറുന്നില്ല. അവിടുന്ന് ഒരു പരിഹാരം പറഞ്ഞു തരണേ മഹദി അവറുകളെ എന്ന് പറഞ്ഞപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ സ്ത്രീയോട് പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ വീട്ടിലേക്ക് പോകൂ, എന്നിട്ട് വ്യാഴാഴ്ച ദിവസം വരൂ എന്ന് പറഞ്ഞു. വ്യാഴാഴ്ച ദിവസം രണ്ട് മക്കളെയും കൂട്ടി കടന്നു ചെന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് കടന്നു ചെന്നപ്പോൾ മഹദി അവറുകൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയുമോ? നീ അവിടുന്ന് സത്യം പറയുമോ? ആ സമയത്ത് ആ പെണ്ണ് പറഞ്ഞു, ഒരിക്കലും ഞാൻ കളവ് പറയുകയില്ല. നിങ്ങളും ചോദിക്കുന്നതിന് സത്യം മാത്രമേ പറയുകയുള്ളൂ. കാരണം നിങ്ങൾ പ്രവാചകനായ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയാണ്. നിങ്ങളോട് ഒരിക്കലും ഞാൻ കളവ് പറയുകയില്ല. ആയിഷ റളിയല്ലാഹു അൻഹ അവിടുന്ന് ചോദിച്ചു, നീയും നിന്റെ ളുഹർ നമസ്കാരവും, ശ്രദ്ധിച്ചു കേൾക്കണേ, നീയും നിന്റെ ളുഹർ നമസ്കാരവും എങ്ങനെയാണ് ആ ബന്ധമെന്ന് ചോദിച്ചപ്പോൾ ആയിഷ ബീവിയോട് ആ പെണ്ണ് പറയുകയാണ്, ഉച്ച സമയമാകുമ്പോൾ ഒരുപാട് ജോലിയുണ്ടല്ലോ, ഒതുക്കാനും പുറക്കാനും ഒക്കെ ഉണ്ട്. ആ ജോലികളെല്ലാം കഴിഞ്ഞിട്ടാണ്, കുറച്ച് സമയം കഴിഞ്ഞാണ് ഞാൻ നമസ്കരിക്കുന്നത്. അല്പം പിന്തിച്ചാണ് ഞാൻ നമസ്കരിക്കാറുള്ളത്. അല്പം പിന്തിച്ച് നമസ്കരിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ. നമ്മുടെ ഉമ്മമാരൊക്കെ ദുഹർ സമയത്ത് ഭക്ഷണം വിളമ്പണം, അത് വെക്കണം, അത് കുറച്ച് പിന്തിച്ചാണ് നമസ്കരിക്കാറുള്ളത്. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ അവിടുന്ന് പറയുകയാണ്, ദുഹർ നമസ്കാരം പിന്തിപ്പിക്കുന്ന ഒരു സമയം വന്നാൽ അല്ലാഹു നിന്റെ മക്കൾക്ക് രോഗം തന്ന് പരീക്ഷിക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്. എന്റെ ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുഹർ നമസ്കാരം പിന്തിക്കുന്ന ഒരവസ്ഥ വന്നാൽ നിങ്ങളുടെ മക്കൾക്ക് അല്ലാഹു രോഗം തന്ന് പരീക്ഷിക്കുന്നതാണെന്ന് ആ പെണ്ണിനോട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ നോക്ക് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾ മനസ്സിലാക്കണം, കറക്റ്റ് സമയത്ത് ബാങ്ക് കൊടുത്താൽ ഒരു 15 മിനിറ്റുള്ളിൽ നമസ്കാരം നടത്തിയിരിക്കണം. അതാണ് അല്ലാഹു ഒരുപാട് ഐശ്വര്യങ്ങൾ നൽകപ്പെടുന്ന സമയം. അങ്ങനെ ആ പെണ്ണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പെണ്ണിനോട് പറയുകയാണ്, ഇനി നീ ഒരിക്കലും നമസ്കാരം പിന്തിക്കരുത്, അതിന്റെ മുറ പോലെ നീ നമസ്കരിക്കണമെന്ന് പറഞ്ഞു വിടുകയാണ്. അങ്ങനെ ആ പെണ്ണ് വീട്ടിൽ പോയി കൃത്യമായി എല്ലാ നമസ്കാരങ്ങളും അതിന്റെ മുറ പോലെ നമസ്കരിക്കാൻ തുടങ്ങി. ഒരു മാസം കഴിഞ്ഞപ്പോൾ രണ്ട് മക്കളെയും കൂട്ടി ആ പെണ്ണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ മുന്നിൽ വന്നിട്ട് പറയുകയാണ്, അൽഹംദുലില്ലാഹ്, എന്റെ പൊന്നു മക്കളുടെ രോഗങ്ങൾ, വേദനകൾ, കഷ്ടപ്പാടുകൾ അല്ലാഹു മാറ്റി കൊടുത്തിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ നോക്ക്. മാത്രമല്ല പെണ്ണ് പറയുകയാണ്, ഇനി ഒരൊറ്റ ദുഹർ പോലും ഞാൻ പിന്തിപ്പിക്കുകയില്ല മഹദി അവറുകളെ.
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ അവർ ആ ദുഹർ നമസ്കാരം കറക്റ്റ് സമയത്ത് നിസ്കരിച്ചു വന്നപ്പോൾ അല്ലാഹു അവരുടെ മക്കളുടെ രോഗങ്ങളൊക്കെ അല്ലാഹു ശിഫയാക്കി എന്നുള്ളതാണ്. എന്റെ ഉമ്മമാരെ, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമസ്കാരങ്ങൾ അല്ലാഹു ജീവിതത്തിൽ വലിയ ഐശ്വര്യങ്ങൾ നൽകപ്പെടുന്നതാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു പെണ്ണ് അവരുടെ ഭർത്താവിന്റെ ജോലിയെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു, നീ കൃത്യമായി വാക്ക് കേട്ടാൽ മഗ്രിബ് നമസ്കരിക്കുക, നിന്റെ ഭർത്താവിന്റെ ജോലിയിൽ അല്ലാഹു ബർക്കത്ത് നൽകുന്നതാണ്. റസൂൽ എന്താ പറഞ്ഞത്? നീ കൃത്യമായി മഗ്രിബിന്റെ വാക്ക് കേട്ടാൽ കൃത്യമായി നീ മഗ്രിബ് നമസ്കാരം അതിന്റെ സമയത്ത് തന്നെ നമസ്കരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പെണ്ണിന്റെ ഭർത്താവിന്റെ ജോലിയിലുള്ള ബർക്കത്ത് ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പെണ്ണിനോട് പറഞ്ഞു, മഗ്രിബ് നമസ്കാരം അതിന്റെ അവ്വൽ വഖത്തിൽ തന്നെ നമസ്കാരം വാക്ക് കേട്ട ഉടനെ നീ നിസ്കരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ പെണ്ണ് നിസ്കരിക്കാൻ തുടങ്ങി. അങ്ങനെ അൽഹംദുലില്ലാഹ് ആ പെണ്ണിന്റെ ഭർത്താവിന്റെ ജോലിയിലുള്ള കഷ്ടപ്പാടുകളൊക്കെ മാറുകയും ആ പെണ്ണിന്റെ ഭർത്താവ് നല്ല സമ്പന്നനായി മാറുകയും ചെയ്തു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ എന്റെ ഉമ്മമാരെ, നിങ്ങൾ ഈ വീഡിയോകൾ കേൾക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ അല്ലാഹു ഒരുപാട് ഐശ്വര്യങ്ങൾ നൽകപ്പെടുന്നതാണ്. അപ്പോൾ ദുഹർ നമസ്കാരമായാലും മഗ്രിബായാലും അസറായാലും അതിന്റെ അവ്വൽ വഖത്തിൽ തന്നെ നിങ്ങൾ നമസ്കരിക്കണം. അല്ലാഹു ഒരുപാട് ഐശ്വര്യങ്ങൾ നൽകപ്പെടുന്നതാണ്. അങ്ങനെ ആ പെണ്ണിന്റെ ഭർത്താവ് ഒരിക്കൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരുപാട് ഒട്ടകങ്ങളുമായി കടന്നു വന്നിട്ട് പുണ്യ നബിയോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഇത് എന്റെ സമ്പത്തിന്റെ ലാഭമാണ്. എത്രയോ ദിവസമായി ഉള്ളവനൊന്നും കിട്ടാതെ സങ്കടപ്പെട്ടിട്ടുണ്ട്. എന്റെ ഭാര്യ മഗ്രിബ് വാക്ക് കേട്ടപ്പോൾ, മഗ്രിബ് വാക്ക് കേട്ടാൽ ഉടൻ സന്തോഷത്തോടെ നമസ്കരിക്കുന്നവളായപ്പോൾ അല്ലാഹു എന്റെ ജോലിയിൽ ഒരുപാട് ബർക്കത്ത് തന്നു യാ റസൂലല്ലാഹ്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ നോക്ക്. അപ്പൊ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പെണ്ണിനോട് പറഞ്ഞതെന്താണ്? മഗ്രിബ് നമസ്കാരം ഭർത്താവിന്റെ ജോലിയെ സംബന്ധിച്ച് പറഞ്ഞ നബിയെ ബർക്കത്തില്ലെന്ന് പറഞ്ഞപ്പോൾ മഗ്രിബ് നമസ്കാരം അതിന്റെ മറുപോലെ നമസ്കരിക്കാൻ പറഞ്ഞ അങ്ങനെ ആ സ്ത്രീ ചെയ്യുകയും അല്ലാഹു ഒരുപാട് ബർക്കത്ത് നൽകപ്പെടുകയും ചെയ്തു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരണം. അപ്പോൾ ഇന്നത്തെ എന്റെ വിഷയം നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ കടന്നു വരാനും ബർക്കത്തുണ്ടാവാനും ആരുടെ മുന്നിലും തലകുലിക്കാതെ കൈനീട്ടാതെ അന്തസ്സോടെ ജീവിക്കാനും വേണ്ടിയിട്ടുള്ള നല്ലൊരു ദിക്റിനെ കുറിച്ചാണ്. മഹാനായ യൂസുഫിന്റെ ബഹാനിയെ തങ്ങൾ പറയുന്നു, ഒരാൾ ഒരു ദിവസം 40 പ്രാവശ്യം തുടർച്ചയായി 40 ദിവസം ഒരാൾ ഒരു പ്രാവശ്യം, ഒരാൾ ഒരു ദിവസം 40 പ്രാവശ്യം തുടർച്ചയായി 40 ദിവസം യാ അസീസ് യാ അല്ലാഹ്, യാ അസീസ് യാ അല്ലാഹ്, യാ അസീസ് യാ അല്ലാഹ്, യാ അസീസ് യാ അല്ലാഹ് എന്ന ഇസ്മു ചൊല്ലിയാൽ അവൻ അല്ലാഹു ഐശ്വര്യവും യോഗ്യതയും ജനങ്ങൾക്കിടയിൽ സ്വീകാര്യതയും അവൻ അല്ലാഹു നൽകുന്നതാണെന്ന് മഹാനവറുകൾ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഈ മാത്രമല്ല ഒരുപാട് സൗഭാഗ്യങ്ങൾ അവരിലേക്ക് കടന്നു വരും. നല്ല ഇഖ്ലാസോടെ നിങ്ങൾ ചൊല്ലി നോക്ക്. അതുപോലെ മഹാരഥന്മാര് നമുക്ക് പറഞ്ഞു തരുകയാണ്, യാ അസീസ് യാ അല്ലാഹ്, യാ അസീസ് യാ അല്ലാഹ്, യാ അസീസ് യാ അല്ലാഹ് എന്ന 1000 പ്രാവശ്യം തുടർച്ചയായി 40 ദിവസം ചൊല്ലിയാൽ അവനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം സൗഭാഗ്യങ്ങൾ അല്ലാഹു നൽകുന്നതാണ്. അവൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും അല്ലാഹു നിറവേറ്റി കൊടുക്കുന്നതാണ്. നിന്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു പരിഹരിച്ചു തരുന്നതാണ്. അത്രയ്ക്ക് പവർഫുൾ ആയ ഒരു ഇസ്മാണ് യാ അസീസ് യാ അല്ലാഹ്, യാ അസീസ് യാ അല്ലാഹ്, യാ അസീസ് യാ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇതൊക്കെ ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടുവന്നാൽ 2-3 അമലിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, നമസ്കാരം അതിന്റെ അവ്വൽ വഖത്തിൽ നിസ്കരിക്കുമ്പോൾ കിട്ടുന്ന ഗുണങ്ങൾ. രണ്ടാമത് യാ അസീസ് യാ അല്ലാഹ്, മഹത്തമായ ഈ മഹത്തായ അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽ പ്രധാനപ്പെട്ട ഈ ഇസ്മ, ഇതൊക്കെ ചൊല്ലിയിട്ട് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ കടമുള്ളവരുടെ, ഭവനമില്ലാത്തവരുടെ, മക്കളില്ലാത്തവരുടെ, ജീവിതത്തിന്റെ പല മേഖലകളിൽ പ്രയാസപ്പെടുന്നവരുടെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നല്ല ഇഖ്ലാസോടെ ഇതൊക്കെ നിങ്ങൾ ചൊല്ലി നോക്കുക. അല്ലാഹു വലിയ വിജയം നൽകുന്നതാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വ അലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ ഇഗ്ഫിർ ലനാ റബ്ബി റഹ്മനാ കമാ റബ്ബൗനാ സിഗാറാ അർഹമർ റഹീം.
റഹീമനായ അല്ലാഹുവേ, പ്രപഞ്ച സൃഷ്ടാവായ പടച്ചവനെ, നിങ്ങൾ പറഞ്ഞതും കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെ രോഗങ്ങളൊക്കെ ശിഫയാക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് മാഫ് ചെയ്യണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് മാഫ് ചെയ്യണേ അല്ലാഹ്. ഞങ്ങൾ പലരും കടക്കാരാണ്, ഞങ്ങളുടെ കടങ്ങളൊക്കെ വീട്ടണേ അല്ലാഹ്. ഭവനമില്ലാത്തവരുടെ ഭവനം നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ മക്കളെയൊക്കെ സാലിഹീങ്ങളും ആലിമീങ്ങളും പണ്ഡിതന്മാരും ഉദ്യോഗസ്ഥന്മാരും മാതാപിതാക്കൾക്ക് നാട്ടാർക്കെല്ലാം ഉപയോഗമുള്ള നല്ല മക്കളാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, എത്രയോ പേര് റഹ്മാനായ എത്രയോ മക്കൾ പടച്ചവനെ, എത്രയോ മക്കൾ വിവാഹ പ്രായത്തിൽ നിൽക്കുന്നു അല്ലാഹ്. അവർക്കൊക്കെ സാലിഹീങ്ങളായ ഇണകളെ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ജോലിയില്ലാത്തവരുടെ ജോലി നൽകണേ അല്ലാഹ്. ദാരിദ്ര്യമെന്ന മഹാവിപത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ പടച്ചവനെ. സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, കേസുകൾ, കള്ളക്കേസുകൾ അല്ലാഹുവേ ഇതെല്ലാം രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഒരുപാട് പേര് ജയിലിൽ അടയ്ക്കപ്പെട്ടവരോട് രക്ഷപ്പെടുത്തണേ റബ്ബേ. നിരപരാധികളായ ഒരുപാട് പേര് റബ്ബേ ജയിലിൽ അടയ്ക്കപ്പെട്ടവരോട് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. കേസുകളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളുടെ കച്ചവടത്തിൽ, ഞങ്ങളുടെ തൊഴിലിൽ, ഞങ്ങളുടെ എല്ലാ മേഖലകളിലും ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെയൊക്കെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. അവിടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഒരുമിച്ച് കൂടെ നീ സ്വീകരിക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലൈഹി.